ആൻഡ് സിഒ കെ പോൾ തോമസ്. ഇസാഫ് സ്ഥാപിതമായ വർഷം 2017. അതിന്റെ ആസ്ഥാനം മണ്ണുത്തി തൃശൂർ. അതിന്റെ ചെയർപേഴ്സൺ PR രവിമോഹൻ. LIC സ്ഥാപിതമായ വർഷം 1 സെപ്റ്റംബർ 1956. ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. അതിന്റെ ചെയർപേഴ്സൺ സിദ്ധാർത്ഥ് മോഹന്തി. സിദ്ധാർത്ഥ് മോഹന്തിയാണ് LICയുടെ ചെയർപേഴ്സൺ. LICയുടെ ചെയർപേഴ്സൺ സിദ്ധാർത്ഥ് മോഹന്തി. ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. മുംബൈ മഹാരാഷ്ട്രയാണ് LICയുടെ ആസ്ഥാനം. 1 സെപ്റ്റംബർ 1956 സ്ഥാപിതമായത്. അത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് LIC വർക്ക് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ അണ്ടറിലാണ് LIC വർക്ക് ചെയ്യുന്നത്. LIC. IDFC ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. സ്ഥാപിതമായ വർഷം 2015 ഒക്ടോബർ. 2015 ഒക്ടോബറിലാണ് IDFC ബാങ്ക് സ്ഥാപിതമായത്. ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. IDFC ബാങ്ക്. അതുപോലെ അതിന്റെ MD ആൻഡ് CEO വൈദ്യനാഥൻ. V വൈദ്യനാഥനാണ് IDFC ബാങ്കിന്റെ MD ആൻഡ് CEO. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. മുംബൈ മഹാരാഷ്ട്രയാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അതിന്റെ ചെയർമാൻ തപൻ റായ് ആണ് ചെയർമാൻ. MD ആൻഡ് CEO വെങ്കട്ടറാവ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന്റെ ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. അതിന്റെ ചെയർമാൻ തപൻ റായ്. MD ആൻഡ് CEO വെങ്കട്ടറാവ്. സ്ഥാപിതമായ വർഷം 21 ഡിസംബർ 1911 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. 21 ഡിസംബർ 1911 സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാണ്. ആസ്ഥാനം മുംബൈ മഹാരാഷ്ട്ര. ഏഷ്യൻ പാരാ ഒളിമ്പിക് കമ്മിറ്റി. അതിന്റെ ആസ്ഥാനം ദുബായ് UAE. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 45 മെമ്പേഴ്സ് ഉണ്ട്. സ്ഥാപിതമായ വർഷം 30 ഒക്ടോബർ 2020 ആണ് ഏഷ്യൻ പാരാ ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായ ആസ്ഥാനം ദുബായ് UAE. ടോട്ടൽ 45 മെമ്പേഴ്സ് ഉണ്ട്. HSBCയുടെ എക്സിക്യൂട്ടീവായിട്ട് ജോർജസ് എൽഡറിയെ നിയമിച്ചു. HSBയുടെ എക്സിക്യൂട്ടീവ് ചീഫായി നിയമിച്ചു. ജോർജസ് എൽഡറി.